ഇസ്രായേലിനെ കുറിച്ച് അല്പകാര്യം ഇപ്പോൾ ചിന്തിച്ചില്ലെങ്കിൽ എപ്പോഴാ ചിന്തിക്കുക? അതുകൊണ്ട് നമുക്ക് ഇസ്രായേൽ ആരാണെന്ന് നോക്കാം. ഒന്നാമത് ഒരു ഉത്തരം പറയട്ടെ. ഇസ്രായേലിനെ പറ്റി എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 200 രൂപ കൊടുത്ത് ഒരു ബൈബിൾ മേടിക്കണം. എന്നാൽ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു ബൈബിൾ ടീച്ചർ ആയതിനാൽ എൻ്റെ അറിവിനകത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം, ദൈവം ഒരു മനുഷ്യന് മാറ്റിയിട്ട പേരാണ് ഇസ്രായേൽ എന്നത്. ആ മനുഷ്യൻ്റെ ആദ്യത്തെ പേര് യാക്കോബ് എന്നായിരുന്നു. ഈ യാക്കോബിനെ ദൈവദൂതൻ വിളിക്കുന്നത് അഥവാ ദൈവം വിളിക്കുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട്. അപ്പോൾ ഇസ്രായേൽ ആരാണ്? ജയിച്ചവനാണ്. ഇസ്രായേൽ ആരാണ്? ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചവനാണ്. അപ്പം ആരംഭം തന്നെ ഒരു മൽപ്പിടുത്തത്തിൽ നിന്നാണ്, ജയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ജയിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരിക്കലല്ല, പല പ്രാവശ്യം അവൻ തോറ്റിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് തോൽവി വന്നുകൊണ്ടിരിക്കുക. അപ്പം ആരാണ് ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ, മൽപ്പിടുത്തക്കാരനാണ് ഇസ്രായേൽ. ആരോട് മൽപ്പിടുത്തം? മനുഷ്യരോട് മൽപ്പിടുത്തം, ദൈവത്തോട് മൽപ്പിടുത്തം. ഇനി ആരാണ് ഇസ്രായേലെ വീണ്ടും ചോദിച്ചാൽ, ജയിച്ചവനാണ് ഇസ്രായേൽ. ആരാണ് ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ, യാക്കോബിൻ്റെ പേര് മാറിയതാണ് ഇസ്രായേൽ. ആരാണ് പേര് ഇട്ടത് എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ ദൈവമിട്ട പേരാണ് ഇസ്രായേൽ. ഒരു പ്രാർത്ഥനാ മനുഷ്യന് അവൻ്റെ കഠിനമായ പ്രാർത്ഥനയുടെ നടുവിൽ സർവശക്തനായ ദൈവം അവൻ്റെ ആ മാൽപ്പിടുത്തം കണ്ടിട്ട് അവന് പേരിട്ടതാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന് 12 മക്കൾ ജനിച്ചു. ആ 12 മക്കളുടെ പേര് രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, സെബുലൂൻ, ഇസഹാർ, ദാൻ, നഫ്താലി, ആശേർ, ഗാദ്, ജോസഫ്, ബെന്യാമീൻ. ഇവരിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഉളവായി. ഇവരുടെ പൂർവ്വ പിതാവിൻ്റെ പേര് യാക്കോബെന്നും പിന്നീട് വരുന്ന പേര് രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ എന്നിങ്ങനെയും ആകുന്നു. ഇവർക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അവർ ഗോത്രങ്ങളായിട്ട് അറിയപ്പെടുന്നു. ലേവി ഗോത്രം, അഹരോൻ യഹൂദ ഗോത്രം, രൂബേൻ ഗോത്രം, ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ ഗോത്രങ്ങളിൽ പെടാത്ത ആരെയും അവർ അംഗീകരിക്കത്തില്ല. ഇന്ന് ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടു ചോദിച്ചാൽ അവൻ പറയും, ഞാൻ ലേവി ഗോത്രക്കാരനാണ് അല്ലെങ്കിൽ രൂബേൻ ഗോത്രക്കാരനാണ് എന്ന് പറയും. കുടുംബ ബന്ധങ്ങളും പാരമ്പര്യങ്ങളും സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളെ നമുക്ക് നിലനിർത്താം. ദൈവത്തോട് മൽപ്പിടിക്കാൻ അവസരം കിട്ടുമെങ്കിൽ പിടിക്കുക. അത് പ്രാർത്ഥനയാൽ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.